ഹായ് ഓൾ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആദ്യം ഇന്ന് ഇന്ന് വൈകുന്നേരം 31 വൈകുന്നേരം ആയിരിക്കും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇന്ന് പോസ്റ്റ് മാർക്കറ്റ് കാണത്തില്ല, കാരണം നമ്മളിന്ന് രാവിലെ ലൈവ് വീഡിയോ ചെയ്തായിരുന്നു. ലൈവ് പ്രൈസ് ആക്ഷൻ നടത്തിയായിരുന്നു. അതിൽ നമ്മൾ 1-2 പ്രൈസ് ആക്ഷൻസ് പഠിച്ചു. അതിനുശേഷം നമ്മളൊരു ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗിച്ചു. കാരണം ഇന്ന് വൈകുന്നേരത്തെ പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചു, എല്ലാവരും ലാഭത്തിൽ ഇറങ്ങി എന്ന് ആ പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ പ്രൈസ് ആക്ഷൻ ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റിൻ്റെ അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ലൈവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ പിന്നെ ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് പകരം ഇന്ന് വൈകുന്നേരം ഈ വീഡിയോ അങ്ങ് ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ക്യാപ്ഷനിൽ കണ്ട പോലെ അടുത്ത വർഷം നമ്മൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുത്, ഈ 2 കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ആദ്യയോടെ അവസാനം ഞാൻ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത വർഷം ഇത് ഞാൻ ഈ പറയുന്നത് എൻ്റെ മാത്രം വ്യൂ ആണ്. ഓക്കെ, എൻ്റെ വ്യക്തിപരമായ വ്യൂ ആണ്. ഇത് ഞാനൊരു മനുഷ്യനാണ്. ഇതൊരു പക്ഷേ തെറ്റാം, ശരിയാവാം. അത് പല സാധ്യതകളുണ്ട്, 2 സാധ്യതകളുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ബോധ്യത്തിൽ സംസാരിക്കുന്ന കാര്യമാണ്. ഇത് ഒരിക്കലും മറ്റൊരാളുടെ അഭിപ്രായമായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ യൂട്യൂബിനകത്തിൽ ധാരാളം ആൾക്കാർ അടുത്ത വർഷത്തെ വ്യൂവിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പലർക്കും പല വ്യൂകളായിരിക്കും അല്ലേ, പലർക്കും പല നിരീക്ഷണങ്ങളായിരിക്കും. അപ്പം എൻ്റെ നിരീക്ഷണം അടുത്തൊരു വർഷം എൻ്റെ ഈ ചെറിയ എളിയ മനസ്സിൽ തോന്നിയ ബോധ്യത്തിൽ നിന്നും ഉടലെടുത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം അടുത്ത വർഷം നമ്മൾ എങ്ങനെയായിരിക്കണം? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് അടുത്ത വർഷം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഏകദേശം ഒരു 6-7-8 വർഷം കൊണ്ട്, കൊറോണയൊന്നും അല്ല, അതിന് മുന്നേ തന്നെ ഒരു 10-12 വർഷം കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് തന്നെയാണ് പോകുന്നത്. ഒരിക്കലും ഒരു ഫോള് വന്നിട്ടില്ല. കൊറോണ സമയത്ത് ഒരു ഫോള് വന്നെങ്കിലും ആ 2-3 മാസം കഴിഞ്ഞപ്പോൾ അത് തിരിച്ച് റിക്കവറായി. മനസ്സിലായി, വീണതിനേക്കാൾ ശക്തിയായിട്ട് തിരിച്ചു കയറി. അപ്പം ഒരു വർഷം പോലും, കഴിഞ്ഞ 10 വർഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം പോലും മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയോ അല്ലെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അതിനകത്ത് നിന്ന് മനസ്സിലാക്കിയത്. ഒരു സെക്കൻഡ് ഞാനൊന്ന് നോക്കിക്കോട്ടെ. 2015 ശേഷം മാർക്കറ്റ് ഒരിക്കൽ പോലും കൺസോളിഡേറ്റ് ചെയ്തിട്ടില്ല. 2015 മുതൽ ഈ പറഞ്ഞ 2024 വരെ ഒരു വൺ സൈഡ് റാലി ആയിരുന്നു. നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ ചാർട്ട് നിങ്ങളെ എടുത്ത് കാണിക്കാം, കാര്യം പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കാണിക്കാം. അപ്പോൾ ഒരു വൺ സൈഡ് റാലി ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ മാത്രം ചിന്തയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഒരു ഡൗൺ ട്രെൻഡ് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എങ്കിൽ തന്നെ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആവാനുള്ള സാധ്യത ഈ വർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണിത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഈ വർഷം റാലി ചെയ്ത ആ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും അടുത്ത വർഷവും മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അപ്പം ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, മാർക്കറ്റിങ്ങിന് വൺ സൈഡ് റാലി മാർക്കറ്റിൽ അത് അത്ര ആശ്വാസമല്ല, ഒരിക്കലും അത് നന്നല്ല. എപ്പോഴും ഒരു മാർക്കറ്റ് ട്രാവൽ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്ഷൻ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് മാർക്കറ്റ്, ഞാനീ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ ഒന്നുകൂടെ അരക്കെട്ട് പറയുകയാണ്. അപ്പം എന്താ പറഞ്ഞു വന്നേ? ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു എൻ്റെ ഒരു കണക്കാണ്, ഒരു 22,000 മുതൽ ഒരു 27,000 റേഞ്ചിൽ, 22,000 മുതൽ
ഒരു 27,000 റേഞ്ചിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. ഈ റേഞ്ചിൽ കിടന്ന് കളിക്കാനാണുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം നിലവിലുള്ള എല്ലാ സ്റ്റോക്കുകളും ഒരുവിധം നല്ല സ്റ്റോക്കുകളെല്ലാം ഹൈ വാല്യുവേഷനിലാണ്. മിഡ് ക്യാപ്പുകളൊക്കെ ആണെങ്കിലും നല്ല പോലെ റൺ ചെയ്തു. അപ്പം ഇതിനൊക്കെ ഒരു കൺസോൾട്ടേഷനിലൊരു കറക്ഷൻ ആവശ്യമാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ PE ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ വാല്യുവേഷനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ചെറിയ കറക്ഷൻസും കൺസോൾട്ടേഷനും ഒക്കെ ആവശ്യം ആണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത വർഷമാണ് നമ്മുടെ ന്യായത്തിൻ്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ന്യായത്തിൻ്റെ പ്രസക്തി അടുത്ത വർഷമാണ്. കാരണം നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ അപ് ട്രെൻഡ് ഒരു റാലി നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം ചെറിയ റാലികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻട്രി എന്നൊരു ഒരു സെറ്റപ്പാണ് അടുത്ത വർഷത്തേക്ക് നമുക്ക് ഏറ്റവും അഭികാമ്യമായ കാര്യം. അല്ലെങ്കിൽ അപ്പോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുക. ലോങ് ടേം ഓപ്ഷൻസ് പറഞ്ഞാൽ ലോങ് ടേം ഓപ്ഷൻസിൽ സെല്ലിങ് നടക്കും. സെല്ലിങ് നമുക്ക് അനുകൂലമാണ്. പക്ഷേങ്കിൽ ഓപ്ഷൻ ബൈയിങ് ഒരിക്കലും ഒരു ആശ്വാസമല്ല. കാരണം മാർക്കറ്റ് വൺ സൈഡ് റാലി നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ബൈയിങ് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നന്ന് നമ്മൾ ട്രേഡ് ചെയ്ത് ഉള്ള ലാഭം ബുക്ക് ചെയ്യുക. അത് ഞാൻ പറഞ്ഞ പോലെ 15% മുതൽ 25% അല്ലെങ്കിൽ 10-15% കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണം. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ മാർക്കറ്റിൽ നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ വരുന്ന വർഷം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. അത് നമ്മൾ സ്വിംഗ് ട്രേഡിലാണെങ്കിലും ഓപ്ഷൻ ബൈയിങ്ങിലാണെങ്കിലും കൃത്യമായ ഇടവേളകളിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, സ്റ്റോക്കുകളിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 10 മുതൽ 20% വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ നിങ്ങളത് ബുക്ക് ചെയ്ത് മാറുക എന്നുള്ളതാണ്. ബുക്ക് ചെയ്ത് മാറിയിട്ട് വീണ്ടും നമ്മളൊരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റോക്കുകളില്ലേ, അല്ലെങ്കിൽ വേറൊരു നല്ല സ്റ്റോക്കുകൾ നിങ്ങൾ റീ എൻട്രിക്ക് ശ്രമിക്കുക. അല്ലെങ്കിൽ ആ സ്റ്റോക്കിന് കറക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വീണ്ടും കയറുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അടുത്ത വർഷം നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ലോങ് ടേം പരിപാടിക്ക് ഒരു കാരണവശാലും നിൽക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഓക്കെ, അപ്പം നമുക്ക് ഇനിയും ചാർട്ടിലോട്ട് വരാം. ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും. കാണുന്നത് നിഫ്റ്റിയുടെ ഇയർലി ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്, ഇയർലി ചാർട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ ചിവതാക്കി കാണിക്കാം. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, 2015 ശേഷം ഇതൊരു കറക്ഷനാണ്. ഇത് 2009 ഒരു ബിഗ് കറക്ഷൻ. 2008 അല്ലേ, 2008 ഒരു വലിയ കറക്ഷൻ. ഇത് ലീമൻ ആ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ലീമാൻ്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല, ആ സംഭവം അന്ന് ഉണ്ടായ സംഭവം തോന്നുന്നു, ലീമൻ ബ്രദേഴ്സ് കൊളാപ്സ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് പിന്നെ അടുത്തത് 2011, അതിനുശേഷം 2015. നമുക്കിത് ലാസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 മാർക്കറ്റിൽ ഒരു ഈ കാണുന്നത് 2015 ഇതാണ്. ഈ റെഡ് കാണുന്നുണ്ടല്ലോ, ഇത് ഇയർലി ആണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഈ കാണുന്ന സംഭവമാണ് 2015. അപ്പം വരച്ച് കാണിക്കും. ഈ സംഭവമാണ് നിങ്ങൾ 2015 ഉള്ളൊരു കൺസോൾട്ടേഷൻ. എന്നാൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്തില്ല, ബട്ട് ആ ലെവലിൽ തന്നെ 2 വർഷം മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തു. മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടിൽ കൺസോൾട്ടേറ്റ് ചെയ്തു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഏകദേശം ഈ റേഞ്ചിൽ കണ്ടോ, ഇതുമായിരുന്നു എൻ്റെ റേഞ്ച്. ഈ രണ്ടും ഇതും പിന്നെ അടുത്ത വർഷം ഇപ്പോൾ ഏകദേശം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു അളവ് ഒന്ന് നോക്കിയേക്കാം. അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്ര റേഞ്ചിലാണ്. ഇതിപ്പം 8,900
ഓക്കെ 8,900 8,900 9,000 കൂട്ടി 9,000 7,700 8,000 ഒരു 1,500 പോയിൻറ്റിനകത്ത് വെറും 1,500 പോയിൻറ്റിലാണ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തത്. 500 പോയിൻറ്റിൽ ഇത് അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 9,000 7,000 2,000 പോയിൻറ്റ് 2,000 പോയിൻ്റാണ് അടുത്ത വർഷം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തത്. മനസ്സിലായി? അപ്പോൾ ഈ വർഷത്തെ കൺസോളിഡേറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു വൈഡ് മൂവ്മെൻറ്റ് നടത്തി. എത്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 21,000 കൂട്ടിയോ 20,973 21 മുതൽ 26,100 വരെ 21 മുതൽ കൂട്ടിയാൽ മതി. 21 മുതൽ ഏകദേശം 5,000 പോയിൻറ്റിൻ്റെ ഒരു സിങ്ങാണ് കഴിഞ്ഞ വർഷം 2014 5,000 പോയിൻറ്റിൻ്റെ ഒരു സിങ് ആണ്, ഒരു റേഞ്ചാണ് 2014 മാർക്കറ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം ഇപ്പോൾ ഇതാണ് ഹൈ, ഇതാണ് ലോയ്. ഓക്കെ, അപ്പം അടുത്ത വർഷം മാർക്കറ്റ് എൻ്റെ ഒരു നിഗമന പ്രകാരം മാർക്കറ്റ് ഈ റേഞ്ച് ഒരു 27,000 മാക്സിമം 27,000 മുതൽ ഒരു 22,000 22 5 27 ഈ ഒരു 5,000 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം ഇതായിരിക്കും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലും. കാരണം അടുത്ത വർഷം മാർക്കറ്റിന് ചെറിയൊരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ ആവശ്യമാണ്. അല്ലാതെ ഒറ്റയടിക്ക് ഇങ്ങനെ പോകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതൊരു ശരിയായ മാർക്കറ്റല്ല. ഈ ഉയരം കൂടും തോറും ഇങ്ങനെ ഒറ്റ സ്ട്രെയിറ്റ് റാലി കൂടും തോറും വീഴ്ചയുടെ ആഘാതം വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മുടെ നിലവിലുള്ള മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെ എല്ലാം അവസ്ഥ വളരെ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ അതിൻ്റെ കറക്ഷൻ അനിവാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം അങ്ങനെ കറക്ഷൻ വരുമ്പോൾ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിൽ 22,000 22,000 മുതൽ 27,000 വരെ ഈ റേഞ്ചിൽ മാർക്കറ്റ് 5,000 പോയിൻറ്റിനകത്ത് റേഞ്ച് ബൗണ്ടിൽ കളിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഒരു പക്ഷേ തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ട്. ചിലപ്പോൾ 27,000 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാം. ചിലപ്പോൾ 27,000 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലും ചിലപ്പം മാർക്കറ്റിന് അവസാനം തിരിച്ചതിനകത്ത് വരാനുള്ള സാധ്യത അതും തള്ളിക്കളയാൻ പറ്റത്തില്ല നമുക്ക്. മനസ്സിലായി? അപ്പം മാർക്കറ്റ് ഈ റേഞ്ചിനകത്ത് നിൽക്കും എന്നാണ് ഞാൻ 2025 മാർക്കറ്റ് ഈ റേഞ്ചിനകത്ത് 27,000-നും 22,000-നും ഇടയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ തെറ്റായിരിക്കാം. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് അടുത്ത വർഷം നിഫ്റ്റിയെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പം ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ കൃത്യമായ ഇടവേളയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അടുത്ത വർഷം പിന്നെ ഞാൻ ഈ പറഞ്ഞ ന്യായം നിങ്ങൾ പാലിച്ച് നോക്കുക. ഇത്രയും വർഷം നിങ്ങൾ ട്രേഡ് ചെയ്തില്ലേ? എന്നെ കേൾക്കുന്ന പലർക്കും എക്സ്പീരിയൻസുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ വർഷം ഇതൊന്ന് ശ്രമിച്ച് നോക്കുക. ന്യായം പാലിച്ച് മാത്രം നിങ്ങൾ എന്തെല്ലാം സ്ട്രാറ്റജികൾ ഉപയോഗിച്ചു അതൊക്കെ പരാജയപ്പെട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഈ ന്യായം പരിപാടി ഈ 2025 ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10 മുതൽ 15% വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ അതുകൊണ്ട് മതിയാക്കി ട്രേഡ് നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ കിൽ സ്വിച്ച് ഓണാക്കി ട്രേഡ് ചെയ്യുന്നൊരു സ്വഭാവം നിങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് വിജയിക്കാൻ പറ്റും. 2025 നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓപ്ഷൻ സെല്ല് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ
ഈ ഒരു റേഞ്ച് ഒരു വർഷത്തേക്കല്ല ഞാൻ പറയുന്നത്, ഒരു അടുത്ത 3 മാസത്തേക്ക്, അടുത്ത 3 മാസം, അതായത് മാർച്ചിലെ ഓപ്ഷനിൽ നിങ്ങൾക്ക് മാർച്ച് 31 എക്സ്പയറി ഉള്ള സംഭവം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 25,000 സ്ട്രാഡിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. 25,000 സ്ട്രാഡിൽ, ഓക്കെ, മാർച്ച് മാസത്തേക്ക്. ഇനി നിങ്ങൾക്ക് അല്ല ഒരു 6 മാസത്തേക്കുള്ള ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 26,000 സ്ട്രാഡിൽ നിങ്ങൾക്ക് ജൂൺ മാസത്തിലേക്കുള്ള എക്സ്പയറി ആവുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് 26,000 സ്ട്രാഡിൽ നിങ്ങൾക്ക് വാങ്ങിച്ചിടാം. അപ്പോൾ നിങ്ങൾക്ക് മാന്യമായ ഒരു പ്രോഫിറ്റ്, ആ റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാന്യമായ പ്രോഫിറ്റ് അതിനകത്ത് നിന്ന് കിട്ടും. ഇങ്ങനെ ഓപ്ഷൻ അതിലൊന്നും നോക്കിയിരിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ. അല്ല, ഷോർട്ട് ടൈമിലേക്കാണെന്നുണ്ടെങ്കിൽ മാർച്ചിലേക്ക് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,000 സ്ട്രാഡിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു മാന്യമായ പ്രോഫിറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ, അതിന് മുന്നേ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയേക്കും. ഇതാണ് എൻ്റെ ഈ വർഷത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ പച്ച കത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ, നമ്മൾക്ക് എപ്പോഴും പ്രോഫിറ്റിനേക്കാൾ ഉപരി നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് നമ്മൾ പ്രധാനമായിട്ടും കരുതേണ്ട കാര്യം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ന്യായം പാലിക്കുക, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ന്യായം പാലിച്ച് നിങ്ങൾ കൃത്യമായ ഇടവേളയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഈ വർഷമെങ്കിലും നിങ്ങൾ പച്ച കത്തിക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻ ബൈ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് 10 മുതൽ 15% വരെ നിങ്ങൾക്ക് കിട്ടിയാൽ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ പരിപാടി അവസാനിപ്പിക്കുക. അങ്ങനെ കൃത്യമായി നിങ്ങൾ ഒരു ശീലം നിങ്ങൾ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ വളരെയധികം മുതൽക്കൂട്ടായിരിക്കും എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ന്യൂ ഇയർ ആശംസകൾ എല്ലാവർക്കും നേടുന്നു. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ യൂട്യൂബിലുള്ള കമ്മ്യൂണിറ്റിയും നമ്മുടെ 2 വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൽ നിന്നും എല്ലാവർക്കും ഒരു സന്തോഷപൂർണ്ണമായ ഒരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.